എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിൽ ചാപ്റ്റർ 11, അതായത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂസീവ് ലീഡർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, എക്സാമിനേഷന് വേണ്ടി നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നോക്കുക, എന്താണ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്നുള്ളത്? ഇറ്റ് ഈസ് എ ലീഡർഷിപ്പ് സ്റ്റൈൽ that emphasize the importance of diversity, equity and inclusion in workplace. അതായത് ഇതൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനേജേഴ്സ് ആസ് എ ലീഡർ അവർ പുലർത്തേണ്ട ഒരു സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പാണ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്. അതായത് വർക്ക് പ്ലേസിൽ അവരുടെ ജോലി സ്ഥലത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, അവരെല്ലാം ഡൈവേഴ്സിറ്റിയോടുകൂടി, ആ ഒരു വ്യത്യസ്തയോടുകൂടി തന്നെ നീതിപൂർവ്വമായിട്ട് ഇക്വിറ്റിയോടുകൂടി ആൻഡ് ഇൻക്ലൂഷൻ ഇൻ ദി വർക്ക് പ്ലേസ്, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻക്ലൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഉൾപ്പെടുത്തുമ്പോൾ താഴെത്തട്ടിലുള്ള ആൾക്കാരെ യാതൊരു വ്യത്യാസവും കൂടാതെ, അവരുടെ കാസ്റ്റ്, ക്രീഡ്, കളറ് ഇതൊന്നും നോക്കാതെ തന്നെ നമ്മളെല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ട് അവരെല്ലാവരും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്ന് പറയുക. അപ്പോൾ ഇൻക്ലൂസീവ് ലീഡേഴ്സ് വാല്യൂ ദെയർ ടീം മെമ്പേഴ്സ് യുണീക്ക് പെർസ്പെക്റ്റീവ്. ഓരോ ടീം മെമ്പേഴ്സിൻ്റെയും, ഓരോ ജോലിക്കാരുടെയും, ഓരോ വർക്കേഴ്സിൻ്റെയും യുണീക്കായിട്ടുള്ള പെർസ്പെക്റ്റീവ്, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അതിന് ഈ ഒരു ഇൻക്ലൂസീവ് ലീഡർ വിലമതിക്കുന്നു, അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാല്യൂ കൊടുക്കുന്നുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ക്രിയേറ്റ് ആൻ എൻവയറമെൻറ്റ് ദാറ്റ് എൻകറേജ് പാർട്ടിസിപ്പേഷൻ, കൊളാബറേഷൻ ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ എല്ലാവരുടെയും വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു പെർസ്പെക്റ്റീവ്സിനും എക്സ്പീരിയൻസിനും ബാക്ക്ഗ്രൗണ്ടിനെല്ലാം വിലമതിച്ചുകൊണ്ട്, വാല്യൂ ചെയ്തുകൊണ്ട് ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻക്ലൂസീവ് ലീഡർ ശ്രമിക്കുക. എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ, എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നു. കൊളാബറേഷൻ, അല്ലേ, സഹകരണം, സപ്പോർട്ട് ഉറപ്പുവരുത്തുന്നു. ആൻഡ് ഇന്നോവേഷൻ, അല്ലേ, അതിലൂടെ നമ്മൾ ഇന്നോവേഷൻ കൊണ്ടുവരികയും ചെയ്യുന്നു, അല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്ന് പറയുക. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണെങ്കിൽ ഹൗ ഇറ്റ് ഹെൽപ്പ്, എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്ന രീതിയിൽ നമുക്കിത് പഠിക്കാം. ഇപ്പോൾ ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതിയാലും മതി. നമ്മുടെ ചാപ്റ്ററിൽ വേറെ സ്ഥലത്ത് വേറെ പോയിൻറ്റ്സ് കിടപ്പുണ്ട്. പക്ഷേ ഇതും നമുക്ക് എന്താണ് എന്നുള്ളത്, അത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റായിട്ട് പറയുന്നത്, അല്ലേ. ഇപ്പോൾ സോഷ്യൽ അവയർനെസ് ആണ് ഒന്നാമത്തെ കാര്യം. ഇറ്റ് എൻഹാൻസസ് വർക്ക് പ്ലേസ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂ ഇൻക്ലൂസീവ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇൻക്ലൂസീവായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ലീഡർ ചെയ്യുമ്പോൾ, മറ്റുള്ള ആളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഒരു സോഷ്യൽ അവയർനെസ് കൂടെ അത് കാരണമാകുന്നുണ്ട്. സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, ഡിഫറൻസസ് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അവരെയും കൂടെ നിർത്തിക്കൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും നടപ്പിലാക്കേണ്ടതെന്നുള്ള ഒരു സന്ദേശം, ഒരു സോഷ്യൽ അവയർനെസ് ഇവിടെ നൽകുകയാണ്, അല്ലേ. അപ്പോൾ വർക്ക് പ്ലേസിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ അത് സമൂഹത്തിനും അത് മനസ്സിലാകുന്നു. ദെൻ അഡ്രസ്സിങ് ബയാസസ് ഉണ്ടാകുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യും, അല്ലേ. ഐഡൻറ്റിഫൈസ് ആൻഡ് മിറ്റിഗേറ്റ് പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ബയാസ് വിത്ത് ട്രെയിനിങ്. അതായത് മറ്റൊരാളെ പക്ഷപാതപരമായിട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർഷ്യാലിറ്റിയോട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബയാസ് കാണിക്കുമ്പോൾ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പാടില്ല, അഡ്രസ്സ് ചെയ്യുന്നു, അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടുകയും അത് മിറ്റിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു, അല്ലേ. അത് ലഘൂകരിക്കുക. അത്തരം കാര്യങ്ങൾ ഇൻക്ലൂസീവ് ലീഡർഷിപ്പിന് ഗുണമാണ്. ദെൻ സേഫ് കമ്മ്യൂണിക്കേഷൻ സ്പേസ്, ഓപ്പൺ ഡയലോഗ്, പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കുന്നു. വിതൗട്ട് ജഡ്ജ്മെൻറ്റ്, അല്ലേ, പ്രജുഡീഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ മുൻവിധികളോടെ അല്ലാതെയുള്ള ഒരു ഓപ്പൺ ഡയലോഗ് സെഷന് സാഹചര്യം ഒരുക്കാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി, വർക്ക് പ്ലേസ് ഡൈവേഴ്സാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആളുകൾ, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്, എക്സ്പീരിയൻസ്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിക്രൂട്ട്മെൻറ്റ്, അല്ലെങ്കിൽ അത്തരമുള്ള ആളുകളെല്ലാം സ്ഥാപനത്തിൽ ആവശ്യമാണ്. അവരുടെ എല്ലാം എക്സ്പീരിയൻസും പെർസ്പെക്റ്റീവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന രീതിയിൽ അത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റിൽ തന്നെ നമ്മളത് ശ്രദ്ധിക്കുന്നു, അല്ലേ. എക്സ്പാൻസ് റിക്രൂട്ട്മെൻറ്റ് ടു അട്രാക്ട് ഡൈവേഴ്സ് ടാലൻറ്റ്, വ്യത്യസ്ത തരത്തിലുള്ള ടാലൻ്റുള്ള ആളുകളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എടുക്കുന്നു. ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്കെല്ലാം ഈക്വൽ ആക്സസ്, ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത്, എല്ലാവർക്കും ഒരേപോലെ തന്നെ ട്രെയിനിങ്ങും വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നു, അല്ലേ. ഈക്വൽ ആക്സസ്, എല്ലാവർക്കും ഒരേപോലെ ആ ട്രെയിനിങ് കിട്ടുന്നതിന് അവർ സഹായിക്കുന്നു. ദെൻ പേ ഇക്വിറ്റി, കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്ന കാര്യത്തിലും അത് തുല്യ ജോലിക്ക് തുല്യ കൂലി എന്ന നിലയിൽ, അല്ലേ, അതുപോലുള്ള റെമ്യൂണറേഷൻ പാക്കേജുകൾ ഉറപ്പുവരുത്തുന്നു. പേ ഇക്വിറ്റി എന്ന് വെച്ചാൽ നീതിപൂർവ്വമായിട്ട് അവർക്ക് പേയ്മെൻറ്റ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂസീവ് ലീഡർഷിപ്പിൻ്റെ ഒരു ഗുണങ്ങളാണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്. അപ്പോൾ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് ഒരു ലീഡർ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുക, അല്ലേ. ഒന്നാമത്തെ കാര്യം സെൽഫ് അവയർനെസ് ആണ്. അപ്പോൾ ഈ സെൽഫ് അവയർനെസ് എന്താണെന്ന് നോക്കുക. ഇൻക്ലൂസീവ് ലീഡേഴ്സ് റെക്കഗ്നൈസ് ദെയർ ബയാസസ് ആൻഡ് ഹൗ ദീസ് മേ അഫക്റ്റ് ദെയർ ഡിസിഷൻസ്.
അപ്പോൾ ഇൻക്ലൂസീവ് ലീഡേഴ്സ് അവരാദ്യം തന്നെ അവർക്ക് എന്തെങ്കിലും ബയാസുകളുണ്ടോ, എന്തെങ്കിലും പക്ഷപാതപരമായ പ്രവൃത്തികളുണ്ടോ എന്നുള്ളവർ തിരിച്ചറിയും. അതെങ്ങനെയാണ് അവരുടെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് അവർ മനസ്സിലാക്കും അല്ലേ. ദേ എൻഗേജ് ഇൻ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് സീക്ക് ഫീഡ്ബാക്ക് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്. അപ്പോൾ അങ്ങനെ ഒരു സ്വയം മനസ്സിലാക്കൽ, സെൽഫ് റിഫ്ലക്ഷൻ, സ്വന്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളെക്കുറിച്ച് തന്നെ. ആൻഡ് സീക്ക് ഫീഡ്ബാക്ക് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്. എങ്ങനെയാണ് നമ്മൾ എല്ലാ ആളുകളെയും ഡൈവേഴ്സ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിലുള്ള അല്ലെങ്കിൽ എല്ലാവരുടെയും വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അതിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നതിനെക്കുറിച്ച് അയാൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലേ. അതാണ് സെൽഫ് അവെയർനെസ് ആണ് ഒന്നാമത്തെ കാര്യം. അവർ ലീഡർക്ക് അയാളുടെ ഒരു സത്വം അല്ലെങ്കിൽ അയാൾ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുകയും അയാൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. രണ്ടാമത്തെ കാര്യം എമ്പതിയാണ്. എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ് ടു ടീം മെമ്പേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദെയർ ഫീലിങ്സ് അല്ലേ. അത് ടീം മെമ്പേഴ്സിൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക അല്ലേ. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപനത്തിനും അവർക്കൂടെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക. ദെയർ ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസ്, അവരുടെ ഫീലിങ്സ് എന്താണ്, എക്സ്പീരിയൻസ് എന്താണെന്നെല്ലാം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക എന്നുള്ളതാണ് എമ്പതി എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ ഇൻക്ലൂസീവ് ലീഡേഴ്സ് ക്രിയേറ്റ് എ സേഫ് സ്പേസ് ഫോർ ഇൻഡിവിജ്വൽ ടു എക്സ്പ്രസ് ദംസെൽഫ് വിതൗട്ട് ഫിയർ. അപ്പോൾ ഇൻക്ലൂസീവ് ലീഡേഴ്സ് ആണെങ്കിൽ അവർക്ക് മുന്നിൽ ആളുകൾക്ക് ഫിയർ ഇല്ലാതെ അല്ലേ, ഭയമില്ലാതെ അവർക്ക് അവരുടെ എന്താണ് അവരുടെ ഒപ്പീനിയൻ, എന്താണ് അവരുടെ വിഷൻ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇൻക്ലൂസീവ് ലീഡേഴ്സ് ഒരുക്കി കൊടുക്കും അല്ലേ. അത് ഇൻക്ലൂസീവ് ലീഡർക്ക് എമ്പത്തിക് ആയിട്ടുള്ള ഔട്ട്ലുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവുള്ളതുകൊണ്ടാണ്. ദെൻ കൊളാബറേഷൻ ഉറപ്പുവരുത്തും. ഇൻക്ലൂസീവ് ലീഡേഴ്സ് പ്രൊമോട്ട് ടീം വർക്ക് ബൈ എൻഷറിങ് എവരി വൺ ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ഐഡിയാസ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐഡിയകൾ ഉണ്ടാവും. ഈ ഐഡിയകളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഫ്രീ സ്പേസ് ഒരുക്കി കൊടുക്കും. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അല്ലേ, കൊളാബറേഷനോട് സപ്പോർട്ടോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ദേ റെക്കഗ്നൈസ് ആൻഡ് ലിവറേജ് ദ യുണീക്ക് സ്ട്രെങ്ത് ഓഫ് ഈച്ച് മെമ്പർ ഫോർ കളക്റ്റീവ് സക്സസ്. ഓരോ മെമ്പർക്കും യുണീക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ട്രെങ്തുകൾ കാണും, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ കാണും. അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കളക്റ്റീവായിട്ടുള്ള സക്സസ് ഒരുമിച്ച് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് ഇൻക്ലൂസീവ് ലീഡർ. ദെൻ കറേജ് ആണ് മറ്റൊന്ന് കാര്യം. കറേജ് ഈസ് ദി എബിലിറ്റി ടു കൺഫ്രണ്ട് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സിസ്റ്റമാറ്റിക് ബയസ് ഡയറക്റ്റ്ലി. അതായത് കറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുമ്പോൾ, അതായത് വിവേചനം ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയോ അത്തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൺഫ്രണ്ട് ചെയ്യുക, അതിനെ എതിരിടാനുള്ള ഒരു കറേജ് ഇൻക്ലൂസീവ് ലീഡർക്കുണ്ടായിരിക്കണം. ഇൻക്ലൂസീവ് ലീഡേഴ്സ് സെറ്റ് എ പോസിറ്റീവ് എക്സാമ്പിൾ ബൈ അഡ്വക്കേറ്റിംഗ് ഫോർ ഫെയർനെസ് ആൻഡ് ഗൈഡിംഗ് ദർ ടീംസ് ത്രൂ നെസസറി ചേഞ്ചസ്. അപ്പോൾ അതിനുവേണ്ടി ഇൻക്ലൂസീവ് ലീഡേഴ്സ് അവർ സ്വയം അവർ മാതൃകയായിരിക്കണം. ഇത്തരത്തിലുള്ള ബയാസുകൾ ഉണ്ടാകാൻ പാടില്ല. ബയാസുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ കൺഫ്രണ്ട് ചെയ്യണം അല്ലേ, അതിനെ എതിർത്ത് അതിനെ പരിഹരിക്കണം. ദെൻ കമ്മിറ്റ്മെൻറ്റ് ടു ഇൻക്ലൂസിവിറ്റി. ഇൻക്ലൂസിവിറ്റിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഡിവോട്ടഡ് ആയിട്ടുള്ള വർക്ക് വേണം. കമ്മിറ്റ്മെൻറ്റ് ടു ഇൻക്ലൂസിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് ലീഡേഴ്സിൻ്റെ ആകാൻ വേണ്ടിയുള്ള ആ ഒരു നേച്ചർ, അതിനോട് ഡിവോട്ടഡായിട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലേ. ഇറ്റ് മീൻസ് ഫോസ്റ്ററിങ് എ കൾച്ചർ ദാറ്റ് വാല്യൂ ഓഫ് ഡൈവേഴ്സിഫൈ ആൻഡ് ഇക്വിറ്റി. ഇപ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇക്വിറ്റി അതിനെല്ലാം വാല്യൂ കൊടുത്തുകൊണ്ടുള്ള ഒരു കൾച്ചർ ഫോസ്റ്റർ ചെയ്യുക, അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇൻക്ലൂസീവ് ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. ലീഡേഴ്സ് ഓപ്പൺലി സപ്പോർട്ട് ഡൈവേഴ്സിറ്റി ആൻഡ് എൻകറേജ് യൂസ് ഓഫ് ഡൈവേഴ്സ് സ്ട്രെങ്ത് ഫോർ ബെറ്റർ ഔട്ട്കം. അപ്പോൾ ലീഡേഴ്സ് തന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളെ അംഗീകരിക്കണം. വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ആ വ്യത്യസ്ത യൂണിക്കായിട്ടുള്ള സ്ട്രെങ്തിനെ അംഗീകരിച്ചുകൊണ്ട് അത് ബെറ്റർ ഔട്ട്കമ്മിലേക്ക് നയിക്കുന്ന രീതിയിൽ പെരുമാറണം അല്ലേ. അപ്പോൾ ഇൻക്ലൂസിവിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ലീഡേഴ്സ് കമ്മിറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് കമ്മിറ്റ്മെൻറ്റ് ടു ഇൻക്ലൂസിവിറ്റി ഉദ്ദേശിക്കുക. ദെൻ റെക്കഗ്നൈസിങ് ബയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, റെക്കഗ്നൈസ് ചെയ്യുക. ഇൻക്ലൂസീവ് ലീഡേഴ്സ് അക്നോളജ് ദർ ബയാസ് ആൻഡ് ആക്റ്റീവ്ലി വർക്ക് ടു മിനിമൈസ് ദർ ഇമ്പാക്റ്റ് അല്ലേ. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബയാസുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയുകയും അത് വർക്കിൽ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്യണം. ദേ സീക്ക് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് ടു മേക്ക് ഫെയർ ആൻഡ് ഇൻഫോർമഡ് ഡിസിഷൻ. അപ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല ആളുകളിൽ നിന്ന് കേട്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനായിരിക്കണം ഇൻക്ലൂസീവ് ലീഡർ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ക്യൂരിയോസിറ്റിയാണ് മറ്റൊന്ന്. ക്യൂരിയോസിറ്റി ഇൻവോൾവ്സ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ബീങ് ഓപ്പൺ ടു ലേണിംഗ് ഫ്രം അതേഴ്സ് വിതൗട്ട് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ആളുകളോട് നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു ക്യൂരിയസ് മൈൻഡ് ഉള്ള വ്യക്തിയായിരിക്കണം ഒരു ഇൻക്ലൂസീവ് ലീഡർ. ഇൻക്ലൂസീവ് ലീഡർ സിഗ്നൽ ദാറ്റ് ഓൾ പെർസ്പെക്റ്റീവ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ആർ ഇമ്പോർട്ടൻ്റ് ആൻഡ് വാല്യൂഡ്. എല്ലാ ആളുകളുടെയും കോൺട്രിബ്യൂഷൻസ്, ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുകളുണ്ടാവും, ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം വാല്യുബിൾ ആണെന്ന് മനസ്സിലാക്കിയും അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ആൾ മുന്നോട്ട് പോകേണ്ടത് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അറിയാനുള്ള ഒരു താല്പര്യം, ജിജ്ഞാസ, കൗതുകം അതെല്ലാം ഇൻക്ലൂസീവ് ലീഡർക്ക് ഉണ്ടായിരിക്കണം. ദെൻ അക്നോളജിങ് ഡിഫറൻസസുകളെ നമ്മൾ അക്നോളജ് ചെയ്യണം. എല്ലാവരും വ്യത്യസ്തരാണ് എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് അതൊരു ഫാക്റ്റാണ്, അത് അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ് മീൻസ് അപ്രീഷിയേറ്റിംഗ് ഡൈവേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. വ്യത്യസ്ത സംസ്കാരം അല്ലെങ്കിൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, വ്യത്യസ്ത പേഴ്സൺസ് ആണ് അല്ലെ. അത് കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. ഇൻക്ലൂസീവ് ലീഡേഴ്സ് എൻകറേജ് ഒതൻറ്റിസിറ്റി ആൻഡ് എൻഷുർ എവരി വൺ ഫീൽസ് വാല്യൂഡ് ഫോർ ഹൂ ദേ ആർ. അപ്പോൾ ഒതൻറ്റിക്കായിട്ട്
നമ്മുടെ ഒരു മാനേജറിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും അവരെന്താണോ അതനുസരിച്ച് അവർക്ക് അതിനൊരു വാല്യൂ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത്തരത്തിലൊരു വാല്യൂ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഇൻക്ലൂസീവ് ലീഡർക്കുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് ഫോളോ ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രിൻസിപ്പിൾസ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ക്വാളിറ്റീസ് ഓഫ് ഇൻക്ലൂസീവ് ലീഡേഴ്സ്. ഇൻക്ലൂസീവ് ലീഡേഴ്സ് ആണെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം വിസിബിൾ കമ്മിറ്റ്മെൻ്റ് ആണ്. അദ്ദേഹം ഡൈവേഴ്സിറ്റി നോക്കുക. ഇൻക്ലൂസീവ് ലീഡേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ഒതൻറ്റിക് ഡെഡിക്കേഷൻ ടു ഡൈവേഴ്സിറ്റി അല്ലേ. അപ്പോൾ ഡൈവേഴ്സിറ്റി ചലഞ്ചസ് ദ സ്റ്റാറ്റസ് കോ. അതായത് പല കാര്യങ്ങളിലും അവർ ഒതൻറ്റിക്കായിട്ട് ഡെഡിക്കേഷൻ കാണിക്കണം, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അവരത് പാലിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഡൈവേഴ്സിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യണം, ചലഞ്ചസ് ദ സ്റ്റാറ്റസ് കോ, നിലവിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ. സ്റ്റാറ്റസ് കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരുന്ന മാറ്റമില്ലാത്ത കാര്യത്തെയാണ് നമ്മൾ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ, വിവേചനം ഉണ്ടെങ്കിൽ, ഒറ്റപ്പെടുത്തലുണ്ടെങ്കിൽ, പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഇൻക്ലൂസീവ് ലീഡർ തയ്യാറാവണം അല്ലേ. ചലഞ്ച് ദ സ്റ്റാറ്റസ് കോ അല്ലേ. പണ്ട് മുതലേ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അത് തുടരുന്നതിൽ അർത്ഥമില്ല. അതിൽ മാറ്റം വരേണ്ടതാണെങ്കിൽ മാറ്റം വരുത്താൻ വേണ്ടി ലീഡർ ശ്രമിക്കണം അല്ലേ. ഹോൾഡ് ദംസെൽസ് ആൻഡ് അതേഴ്സ് അക്കൗണ്ടബിൾ. മാനേജേഴ്സും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യണം അല്ലേ. ആൻഡ് പ്രയോറിറ്റൈസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇൻ ദിയർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്സ് അല്ലേ. ഇപ്പോൾ ഡൈവേഴ്സിറ്റി, ഇത്തരത്തിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഐഡിയാസ് അക്സെപ്റ്റ് ചെയ്യണം. അത് അവരുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ മാനേജേഴ്സിൻ്റെ ഉണ്ടായിരിക്കണം. ദെൻ ഹ്യൂമിലിറ്റിയാണ് മറ്റൊന്നൊരു കാര്യം. ദേ ആർ മോഡസ്റ്റ് അബൌട്ട് ദിയർ എബിലിറ്റീസ് അല്ലേ. ഹ്യൂമിലിറ്റി എന്ന് വെച്ചാൽ ലാളിത്യം എന്നുള്ളതാണ്. അപ്പോൾ അത് ആർ മോഡസ്റ്റ് അബൌട്ട് ദിയർ ലൈബിലിറ്റീസ്. മാനേജേഴ്സ് അവരുടെ കഴിവ് ഉപയോഗിക്കണം. ഒപ്പം തന്നെ മോഡസ്റ്റ് ആയിരിക്കണം, മറ്റുള്ളവരുടെ മര്യാദപൂർവ്വം ലാളിത്യത്തോടെ പെരുമാറണം. അഡ്മിറ്റ് മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെങ്കിൽ സമ്മതിക്കണം. ആൻഡ് ക്രിയേറ്റ് ദ സ്പേസ് ഫോർ അതേഴ്സ്. മറ്റുള്ള ആളുകൾക്കും വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. അവെയർനെസ് ഓഫ് ബയസ് ആണ് മറ്റൊരു കാര്യം. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ട്സ് ആൻഡ് സിസ്റ്റമാറ്റിക് ഫ്ലോസ്, അവരുടെ കുറവുകൾ അല്ലേ. പേഴ്സണൽ ബ്ലൈൻഡ് സ്പോട്ട്സ് ആൻഡ് സിസ്റ്റമാറ്റിക് ഫ്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറവുകൾ അവർ തന്നെ സ്വയം മനസ്സിലാക്കണം. സ്ട്രൈവിംഗ് ടു എൻഷുർ ഫെയർ ആൻഡ് മെറിറ്റ് ബേസ്ഡ് പ്രാക്ടീസ്. അപ്പോൾ തന്നെ ഈ ഒരു മെറിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാക്ടീസ്, മറ്റുള്ളവരുടെ ആ ഒരു കഴിവെന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു ശീലം വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലേ. അഡ്രസ്സിങ് ബയാസ്, എന്തെങ്കിലും ബയാസുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ഇടപെടുകയും അത്തരത്തിലുള്ള ബയാസുകൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം അല്ലേ. അപ്പോൾ അത് ബയാസുകൾ ഉണ്ടാകുമ്പോൾ അത് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കാതെ നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ദെൻ ക്യൂരിയോസിറ്റി അബൌട്ട് അതേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞ പ്രിൻസിപ്പിൾസിൻ്റെ ഏകദേശം കുറേ പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. അപ്പോൾ ഇൻക്ലൂസീവ് ലീഡേഴ്സ് ആർ ഓപ്പൺ മൈൻഡഡ്, ലിസൺ വിതൗട്ട് ജഡ്ജ്മെൻറ്റ് ആൻഡ് എംഫസൈസ് ടു ഡിപ്ലോയ് അണ്ടർസ്റ്റാൻഡ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് അല്ലേ. ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്. അപ്പോൾ മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാനും അവരെ കേൾക്കുവാനും അല്ലേ. ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വിതൗട്ട് ജഡ്ജ്മെൻറ്റ് അവർ മനസ്സിലാക്കാനും, എംപതൈസ് ടു ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്, മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആഗ്രഹമുള്ള വ്യക്തിയായിരിക്കണം. ദെൻ കൾച്ചറൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം. ദേ ആർ സെൻസിറ്റീവ് ടു കൾച്ചറൽ ഡിഫറൻസസ് ആൻഡ് അഡാപ്റ്റ് ദെയർ അപ്രോച്ച് ടു എൻഷുർ എഫക്റ്റീവ് ക്രോസ് കൾച്ചറൽ ഇൻട്രാക്ഷൻസ്. അപ്പോൾ ഡിഫറൻറ്റ് കൾച്ചേഴ്സ് എന്ന് വരുന്ന ആളുകളായിരിക്കാം നമ്മുടെ സ്ഥാപനത്തിലുള്ള ടീം മെമ്പേഴ്സ് ഓരോരുത്തരും. അപ്പോൾ ഈ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് എഫക്റ്റീവായിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. എഫക്റ്റീവ് കൊളാബറേഷൻ ഉണ്ടായിരിക്കണം. എല്ലാ ടീം മെമ്പേഴ്സിൻ്റെയും സപ്പോർട്ടോടുകൂടി ടീംസിൻ്റെ അവരെ എംപവർ ചെയ്ത് അവരെ ശാക്തീകരിച്ചുകൊണ്ട് എൻഷുർ സൈക്കോളജിക്കൽ സേഫ്റ്റി, അവർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള സേഫ്റ്റി, അതായത് മാനസിക പിന്തുണ നൽകിക്കൊണ്ട് വാല്യൂ ഡൈവേഴ്സ് തിങ്കിങ്, വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾക്ക് വിലമതിച്ചുകൊണ്ട് ഒരു ടീം കൊഹഷൻ, അതായത് ടീം എല്ലാവരും ഒരുമിച്ച് നിൽക്കുക അല്ലേ. ടീം കൊഹഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ഒരുമിച്ച് നിൽക്കുന്നതിനാണ്, അതെല്ലാം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ദെൻ കറേജ് ടു എൻഗേജ് ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ടായിരിക്കണം. അതായത് കൺഫ്രണ്ട് ചലഞ്ചസ് ആൻഡ് അൺകംഫർട്ടബിൾ കോൺവെർസേഷൻ വിത്ത് കോൺഫിഡൻസ്. ഏതെങ്കിലും തരത്തിലുള്ള ബയാസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ആളുകൾ ഇടപെടുന്ന കാണുകയാണെങ്കിൽ അതിന് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം അല്ലേ, അതിനെ എതിർക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. വിത്ത് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടെ. ബാലൻസിങ് ഫിയർ വിത്ത് ആക്ഷൻ അല്ലേ. അതായത് ബാലൻസ് ചെയ്യുക, ഫിയർ വിത്ത് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ ഭയത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ദേ അണ്ടർസ്റ്റാൻഡ് ദ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് റിക്വയർസ് ടൈലറിംഗ് സപ്പോർട്ട് ടു ഇൻഡിവിജ്വൽ നീഡ്സ് അല്ലേ. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആവശ്യം എന്താണോ അതിനനുസരിച്ച് ടൈലേർഡായിട്ട് ഓരോരുത്തർക്കും നീതിപൂർവ്വമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ദെൻ അലീഷിപ്പാണ് മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത്. അലീഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ്ലി സപ്പോർട്ടിങ് ഇൻഡിവിജ്വൽ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുന്നതിനാണ്, അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ അലീഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മളിവിടെ ലീഡർ ആക്റ്റീവ്ലി സപ്പോർട്ടിങ് ഇൻഡിവിജ്വൽ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വൈൽ ഫോസ്റ്ററിങ് ഓപ്പൺ ഡിസ്കഷൻ അബൌട്ട് ഡിഫറൻസസ്. ഇത്തരത്തിലുള്ള വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ഡിഫറൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് നടത്തിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, അതാണ് അലീഷിപ്പ് എന്ന് ഉദ്ദേശിക്കുക.
ഇനി മറ്റൊന്ന് ലേണിംഗ് ഫ്രം അതേഴ്സ് ആണ്. ഇൻക്ലൂസീവ് ലീഡേഴ്സ് സീ ദ വാല്യൂ ഇൻ ലേണിംഗ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ കിട്ടുമോ അതെല്ലാം പഠിക്കുക, അല്ലേ, അതെല്ലാം സ്ഥാപനത്തിന് ഉതകുന്ന രീതിയിൽ അതിന് ഉപകാരപ്പെടുന്ന രീതിയിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ലേണിംഗ് ഫ്രം അതേഴ്സ് എന്ന് ഉദ്ദേശിക്കുക. വില്ലിങ്നെസ് ടു അഡാപ്റ്റ്. എന്തെങ്കിലും ചേഞ്ച് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം, അല്ലേ, ആ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാനും അത് ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഓരോരുത്തർക്കും അവർക്ക് എല്ലാവരും ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യത്യസ്ത ഐഡിയാസ് ഉള്ള ആളുകളാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം, അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, അല്ലേ. ഡെമോൺസ്ട്രേറ്റ് റിലേഷൻ ആൻഡ് റീസൈൽ ആൻഡ് റെസ്പെക്ട്. വാല്യൂയിങ് പീപ്പിൾ ഡെസ്പൈറ്റ് കോൺഫ്ലിക്ട്സ് ഓർ ഡിസഗ്രിമെൻറ്റ്. ആളുകൾ തമ്മിൽ ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആശയപരമായിട്ടുള്ള സംഘർഷങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ പോലും അതിനിടയിൽ ഓരോരുത്തരുടെയും ആ ഒരു പേഴ്സണാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും അപ്രൂവ് ചെയ്യാനും വേണ്ടി റെഡിയാകണം. ഒതൻറ്റിസിറ്റി ഉണ്ടായിരിക്കണം. ദേ റിമെയിൻ ജെനുവിൻ, ട്രാൻസ്പെറൻറ്റ് അബൌട്ട് ദിയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് പ്രയോറിറ്റൈസ് ടീം സക്സസ് ഓവർ പേഴ്സണൽ പവർ, ഈഗോ ഓർ സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒതൻറ്റിക്കായിട്ട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കണം, അല്ലേ. അതായത് അവർക്ക് സ്ട്രെങ്തും, ഓരോ മാനേജേഴ്സിനും സ്ട്രെങ്തും വീക്ക്നെസ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അത്തരം കാര്യങ്ങളിലെല്ലാം അവർ ജെനുവിൻ ആയിരിക്കണം, കള്ളങ്ങൾ ഒളിച്ചു വയ്ക്കാൻ പാടില്ല. ഒപ്പം തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ സക്സസ്സിന് വേണ്ടി എന്താണോ ആവശ്യമുള്ളത് അതിനായിരിക്കും മുൻതൂക്കം കൊടുക്കേണ്ടത്, അല്ലേ. ഓവർ പേഴ്സണൽ പവർ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പവർ, ഈഗോ, സെൽഫ് ഇൻട്രസ്റ്റ്, അതിനേക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടത് സ്ഥാപനത്തിൻ്റെ ടീം സക്സസ്സിനാണ്, അല്ലേ, ടീമിൻ്റെ ഒരു സക്സസ്സിനാണ്. ട്രൂത്ത്ഫുൾനെസ് ഉറപ്പായിരിക്കണം. അതായത് അവർ ഓണസ്റ്റ് ആയിരിക്കണം. ട്രൂത്ത്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധരായിരിക്കണം. അവരുടെ ഇൻട്രാക്ഷൻസിൽ മറ്റുള്ളവർ ഇടപെടുന്നതിൽ അവർ മറ്റുള്ളവരുമായിട്ട് ട്രസ്റ്റ് കീപ്പ് ചെയ്യേണ്ടതാണ്. ദെൻ വാല്യൂയിങ് ഡൈവേഴ്സിറ്റി. ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഡൈവേഴ്സായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വാല്യൂ ചെയ്ത് വിലമതിക്കുന്ന രീതിയിൽ പെരുമാറണം. ദെൻ ആക്റ്റീവ്ലി മാനേജിങ് ഇൻക്ലൂഷൻ, അല്ലേ. ദേ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി, എംപവർ ആൻഡ് ഡെവലപ്പ് അതേഴ്സ്, യൂണിഫൈ ഇൻഡിവിജ്വൽസ് ആൻഡ് അണ്ടർ ഷെയർഡ് ഗോൾസ്. അതായത് ഇൻക്ലൂഷൻ അവർ മാനേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്, എല്ലാ ആളുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത്തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകേണ്ടത്. ദേ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആളുകളോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. എംപവർ ആൻഡ് ഡെവലപ്പ് അതേഴ്സ്, മറ്റുള്ള ആളുകളെ ശാക്തീകരിച്ച് അവർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കണം. യൂണിഫൈ ഇൻഡിവിജ്വൽ അണ്ടർ ഷെയർഡ് ഗോൾസ്. നമ്മൾ ഷെയർ ചെയ്ത ഗോൾ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡിവിജ്വൽസിനെ ആ ടീം മെമ്പേഴ്സിനെ നമ്മൾ ഒരുമിപ്പിച്ച് നടത്തണം, അല്ലേ, ആ ഗോൾ നേടാൻ വേണ്ടി. അണ്ടർസ്റ്റാൻഡ് റെസ്പോൺസ് ടു ചേഞ്ച് വരുമ്പോൾ അതിനോട് ആളുകൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ആളുകൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ഇന്നോവേറ്റീവായിട്ടുള്ള ചിന്തിക്കാനും ഒക്കെയുള്ള അവസരങ്ങളും സ്പേസും എല്ലാം ഉണ്ടാക്കി കൊടുക്കണം, അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻക്ലൂസീവ് ലീഡേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചു വയ്ക്കേണ്ടത്. നിർബന്ധമായിട്ടും എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ചാപ്റ്റർ പരമാവധി വേഗത്തിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.